എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 അലോട്ട്മെൻറ്റ് 2024 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടൻ ആരംഭിക്കും. അപ്പോൾ എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം, എഡിറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നിങ്ങനെയുള്ള വിവിധ സംശയങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ നിർബന്ധമായും കാണുക. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്കിതിരെ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്കിതിരെ ഈ വീഡിയോയിലേക്ക് പോകാം. +1 ഏകജാലക പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ 2-ന് ആരംഭിക്കുമെന്ന് HSCAP അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അപേക്ഷ ഉടൻ ആരംഭിക്കും. വിദ്യാർത്ഥികൾ കൃത്യമായി നോക്കിയിരിക്കുക. ജൂലൈ 2 എന്ന് ഒഫീഷ്യലായി അവർ പറയുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തത്. നേരത്തെ തന്നെ ചിലപ്പോൾ അപേക്ഷ വിളിക്കും. ഒരു ജൂൺ 1 കൂടി തന്നെ മിക്കവാറും അപേക്ഷ വിളിക്കാൻ. കാരണം അലോട്ട്മെൻറ്റ് ഒക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, പറഞ്ഞതിലും വിപരീതം ആയിട്ട്, അതായത് പറഞ്ഞതിലും നേരത്തെ ആയിട്ടാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷയും നേരത്തെ ആരംഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക? പുതിയതായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ അപേക്ഷ സമർപ്പിക്കുക. പക്ഷേ നിലവിൽ അപേക്ഷ സമർപ്പിച്ചൊരു വിദ്യാർത്ഥിയാണ്, പക്ഷേ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഡിറ്റ് ചെയ്ത് നൽകിയാൽ മതി. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള സ്കൂളുകളും കോഴ്സുകളും നിങ്ങൾ നൽകിയാൽ മതിയാകും. പക്ഷേ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിർബന്ധമായും എഡിറ്റ് ചെയ്ത് നൽകേണ്ടതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാതെ വരുന്ന യാതൊരു അപേക്ഷകളും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി പരിഗണിക്കുന്നതല്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അവസാന അലോട്ട്മെൻറ്റാണ്. +1 ഏകജാലക പ്രവേശനത്തിലേക്കുള്ള അവസാന അവസരം എന്നുകൂടി വിദ്യാർത്ഥികൾക്ക് പറയാം. അപ്പോൾ ഇതിലും എന്തെങ്കിലും കുറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണം വെച്ചാലും നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കൂളിൽ ഗവൺമെൻറ് മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് +1 പ്രവേശനം നേടാൻ സാധിക്കില്ല. അത് നിങ്ങളുടെ അപേക്ഷയിൽ വരുന്ന തെറ്റുമൂലമോ നിങ്ങളുടെ എന്തെങ്കിലും പന്തികേട് കുഴപ്പങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നെങ്കിൽ പ്രൈവറ്റായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത വർഷത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നുള്ള ഇതിനെ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യേണ്ടത് മസ്റ്റ് കമ്പൾസറിയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.